ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണേ. കണ്ടിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇന്ന് ഞാൻ ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ മുട്ടക്കറി നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തി, പൂരി തുടങ്ങിയ പലഹാരങ്ങളുടെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നൊരു അടിപൊളി മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 3 മുട്ട പുഴുങ്ങി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് തോടെ പിടിക്കാതെ പുഴുങ്ങി പൊളിക്കുന്ന രീതി ഞാൻ മുട്ട റോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയാൻ വയ്യാത്തവർ അതൊന്ന് നോക്കിക്കോണേ. അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം ചുവന്നുള്ളി, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് മുട്ട കറി വെക്കാൻ ആരംഭിക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നതിനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം ഉപ്പുപൊടി, അല്പം ഗരം മസാലപ്പൊടി, ഒരല്പം കുരുമുളക്, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. സ്റ്റൗ ഓഫ് ചെയ്തുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് ഇപ്പോൾ ഓണാക്കി. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇത്രയും മതി, റോസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് കറി വെക്കാൻ ആരംഭിക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്കതിലേക്ക് ഒരു 2 നുള്ളു ഉലുവായും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി നമുക്കിനി കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയില്ല. പേസ്റ്റ് ആക്കാതിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയും കൊച്ചുള്ളിയും കൂടെ അതിലോട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴലുന്നതിന് വേണ്ടി അതിനകത്തേക്ക് നമുക്കൊരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം വേവുന്നതിന് വേണ്ടി. നമ്മുടെ സവാള ഇവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, ഉലുവാപ്പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, പെരിഞ്ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അല്ലാതെ നമ്മൾ സിമ്മി വെച്ചുകൊണ്ട് വേണം പൊടികൾ ചേർക്കാനും ഇളക്കി കൊടുക്കാൻ. ഇനി പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കും. കറി ആയതുകൊണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളത്തേക്കാൾ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 2-3 നുള്ളു ഉപ്പൂടെ ചേർക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് മുട്ട, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 നുള്ളു നല്ല ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി 2 നുള്ളു ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. തിളയ്ക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കറി റെഡിയായിട്ട് കാണാം. നമ്മുടെ കറി ഇവിടെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല. നല്ല കൊഴുപ്പുണ്ട്. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുക. ഈ മുട്ടക്കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും, പിന്നെ റൊട്ടിയുടെ കൂടെയും, പൂരിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.